ഹായ്. അപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ എന്താ കാണിക്കണേ, അക്ബരും മോണിയിലും പാട്ട് പാടണു. കൂടെ അവർ ആര്യനെ കൊണ്ട് എന്നാ കുലശ്രീയുള്ള അനുമോൾ, പിന്നെ നിലപാടില്ലാത്ത ഷാനവാസ്, പിന്നെ ബെന്നി കുത്തിത്തിരിപ്പിൻ്റെ റാണി, അങ്ങനെയൊക്കെ ഈ കുലശ്രീയും ഉണ്ട്, കുലശ്രീ ഇല്ലാത്തവരുമുണ്ട്. ഈ സമൂഹത്തിൽ രണ്ടുപേരും ഉണ്ട് അല്ലേ. അവരൊക്കെ ഉണ്ടായാലും നമുക്ക് ജീവിക്കാൻ ഒരു നല്ല ഇത് അല്ല. നല്ലുള്ള ഡ്രസ്സ് ഇട്ട് നടക്കണ ഒരു കുലശ്രീയും അല്ല, കുലശ്രീ ആണെന്ന് പറയാനും പറ്റില്ല. ഡ്രസ്സേ ഇല്ലാത്ത നടക്കവർ അയ്യോ ഭയങ്കര അവർ മോഡലാണെന്ന് പറയാനും പറ്റില്ല. രണ്ടുപേരുടെ ഉള്ളിലും വേറെ വേറെ സ്വഭാവമുണ്ട്. അപ്പം ഈ അവിടെ നിൽക്കുന്ന മറ്റേ അക്ബർ ആയിക്കോട്ടെ, നമ്മുടെ ഓണിയിലായിക്കോട്ടെ, എടുത്ത തെറിയുടെ മഴയാണ് അങ്ങനെ പറഞ്ഞത്. അക്ബർ പാട്ടും പാടും, പാട്ടിൻ്റെ കൂടെ തെറിയും പാടും ഇല്ലേ. നമ്മൾ കണ്ടിട്ടുള്ളത് അതിലൊരു നമ്മുടെ അനുമോൾ പറയുന്നത്, നിങ്ങളുടെ ഡ്രസ്സ് നമുക്ക് പുറത്തിട്ടണേ എന്തോരം ആൾക്കാരുണ്ട്, മക്കളെ നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ഇടാതെ അങ്ങനെ ഡ്രസ്സ് ഇടാൻ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അയ്യോ നിങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലും നല്ലത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലും നല്ലതെന്ന് പറയാൻ ആൾക്കാർ അങ്ങനെയുണ്ട്. ഇഷ്ടംപോലെ രണ്ട് രീതിയിലുണ്ട്. അതൊക്കെ കുലശ്രീ ആവാൻ പറ്റൂല അനുമോൾ അതിന് അവരൊരു അഭിപ്രായം അവരൊരു പറയണം ഇല്ലേ. ഇപ്പം അക്ബറിൻ്റെ അഭിപ്രായം അക്ബർ പാട്ടോടി പാടി, പക്ഷെ അതിനെപ്പോലെ നമുക്കും തിരിച്ച് പറയാം. എന്നാ തെറി മഴ പെയ്യുന്ന പാട്ട് പെയ്യുന്ന നമ്മുടെ അക്ബർ, കൂടെ എടുത്ത് കോറസ് പാടുന്ന നമ്മുടെ മറ്റേ ആര്യൻ, പിന്നെ നമ്മുടെ ഒണിയിൽ, അവരൊക്കെ കൂടെ നടന്ന് കോറസ് പാടുന്ന ആൾക്കാരാണ്, തെറിയുടെ കോറസിൻ്റെ ആൾക്കാരാണ്. അപ്പം രണ്ട് രീതിയിലേക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അനുമോൾക്കാട്ടി കുലശ്രീ പട്ടം കൊടുത്തിരിക്കുകയാണ്. അപ്പം ആൾക്കാർ ഇവർക്കും കൊടുക്കൂലേ അല്ലേ. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഇതാണോ നിലപാടെന്നൊക്കെ പറയുന്നുണ്ട്, ഇതാണൊക്കെ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത്. പ്രൊമോ തീരണം. അപ്പം ഒരുപാട് കാണിക്കുന്നുണ്ട്. അതിപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരും പക്ക ഡീസൻറ്റ്, അവർ പക്ക ഡീസൻറ്റ് അല്ലാത്ത പോലെ. ഷാനവാസിന് നിലപാടില്ല എന്നാണ് പറയുന്നത്. നിലപാട് ഉള്ള ഒരു മനുഷ്യന് എനിക്ക് തോന്നുന്നു. അനുമോൾ പലവട്ടം കാൽ മാറി പോണേയാണ്, പക്ഷെ അന്നാൾ ഷാനവാസ് നിലപാടിൽ ഉറച്ച് നിൽക്കുന്ന മനുഷ്യനാണ്. പിന്നെ നമ്മുടെ അനുമോൾ തൊട്ടാൽ കറയുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ ഒന്നും സ്ട്രോങ്ങായി. അതിനാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുലശ്രീ ആവണമെന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ കുഴപ്പമൊന്നുമില്ല.